കേരളത്തിൽ ജീവിതം വിജയിക്കില്ല എന്നൊരു തോന്നൽ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ പടരുന്നു എന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു ആർച്ച് ബിഷപ്പ് ഈ കാര്യം പറഞ്ഞത്. ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതല്ല, ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹം ജനമധ്യത്തിൽ പറയാൻ ശ്രമിച്ചതാണ്. രക്ഷപ്പെടാൻ എവിടെയെങ്കിലും വേഗം പോകണമെന്നൊരു തോന്നൽ യുവാക്കൾക്കിടയിൽ ശക്തമാകും. നമ്മളൊക്കെ ആളുകൾക്കിടയിൽ സഞ്ചരിക്കുന്ന മാധ്യമപ്രവർത്തകരാണ്, നമുക്കറിയാം അവർക്കൊരു വല്ലാത്ത നിരാശയുണ്ട്. ഇവിടെ നിന്നാൽ ജോലി കിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാലും വേണ്ടില്ല അവിടെ ജോലി കിട്ടാൻ. അങ്ങനെ ജോസഫ് പെരുന്തോട്ടം ഇന്ന് പ്രസംഗിച്ച കാര്യം പെട്ടെന്ന് നമ്മൾ തള്ളിക്കളയരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ദൈവത്തിൻ്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം. ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരുന്നു. കേരളത്തിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമായിട്ട് മറ്റേ കർണാടകത്തിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ഇല്ലാത്ത ഒരു സാമ്പത്തിക മാന്ദ്യം കൂടി ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പീടികകളിൽ കച്ചവടം നടക്കുന്നില്ല, ഷോപ്പുകളിൽ കച്ചവടമില്ല, പല സ്ഥലങ്ങളിലും ഈ കച്ചവടം വളരെ ഓണക്കാലത്തൊക്കെ പൊടി പിടിച്ച പല സ്ഥാപനങ്ങളും വല്ലാത്തൊരു അവസ്ഥയിലൂടെ തുടരുകയാണ്. ആ സമയത്താണ് തീർച്ചയായിട്ടും ഈ ആർച്ച് ബിഷപ്പിൻ്റെ ഈ പ്രസ്താവന വന്നത്. മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹം രഹസ്യമായി പറഞ്ഞൊന്നുമല്ല. വിദേശത്ത് പോയവർ പക്ഷേ കോവിഡ് സമയത്ത് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയെന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്ന് മുഖ്യമന്ത്രി വേദിയിൽ പറഞ്ഞു. ഇവിടെ എന്തോ ആളുകളെല്ലാം പുറത്തേക്ക് വല്ലാതെ ഒഴുകിപ്പോകുന്നു, അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. ഇതിനേക്കാളും എല്ലാം വലിയ സുഖസൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട അവസ്ഥയുള്ള പല രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടല്ലോ. അതിലേറ്റവും മികച്ച സൗകര്യങ്ങളുള്ള രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. രാഷ്ട്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അത്തരമൊരു രാഷ്ട്രം എല്ലാവരും മനസ്സിൽ കണ്ടോളൂ. അവിടെ ജീവിക്കുന്ന മലയാളി, ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. എന്തായിരുന്നു അത്? വളരെ മുൻപല്ലാരോ, കോവിഡിൻ്റെ ഘട്ടത്തിൽ. എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം? ശശിധരൻ നായരെ പോലെ ചില പ്രേക്ഷകരൊക്കെ ഇതിനെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ അഭിപ്രായം അത് യാഥാർത്ഥ്യം തീരെ ഇല്ലാത്തൊരു അഭിപ്രായമായി നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സമൂഹത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് ആഴത്തിൽ പഠനം നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ.